നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകി RSS. A+ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളായ നാട്ടിക, തൃശൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലാണ് മുതിർന്ന RSS നേതാക്കൾക്ക് ചുമതല നൽകിയത്. ജില്ലാതലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രാന്തപ്രചാരക് വിനോദ് മേൽനോട്ടം വഹിക്കും. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഈ സംഘടനാപരമായി ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നേരിട്ട് RSSനെ തന്നെ ചുമതലപ്പെടുത്തുകയും അല്ലെങ്കിൽ RSS തന്നെ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു, പൊതുസമ്മതരെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കാനുള്ള ശ്രമവും IM വിജയൻ അടക്കമുള്ളവരെ സമീപിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള വിവരവും നമ്മൾ കൊടുത്തിരുന്നു. എങ്ങനെയാണ് BJP അവിടുത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്നത്? ഈ RSS അതിൽ ഏത് തരത്തിലാണ് പങ്കുവഹിക്കുക? ഹർഷൻ, RSS BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് പുതുമയില്ലാത്ത കാര്യമാണ്. പക്ഷേ RSS ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഈ ചില ജില്ലകളിലേക്ക്, ചില നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം. സംസ്ഥാനത്തെമ്പാടും അത്തരത്തിൽ BJPക്ക് പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ BJPക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല നൽകിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് RSS മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൃശ്ശൂരിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത, ഇന്നലെ അടക്കം റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ തുടർച്ച എന്നുള്ള നിലയിൽ അവർക്ക് ഉറച്ച പ്രതീക്ഷയുള്ള A+ കാറ്റഗറി സ്റ്റാറ്റസ് ഉള്ള മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട സംഘത്തിൻ്റെ നേതാക്കൾക്ക് ചുമതല നൽകിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ തന്നെ അവർ ആ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട്, തൃശ്ശൂരിലെ അടക്കം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ RSSന് ചുമതല നൽകുമെങ്കിലും മുൻകൂട്ടിയുള്ളൊരു ചുമതല ഇതുവരെയും ആർക്കും നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് RSSന്റെ പ്രാന്തപ്രചാരകായ ഉത്തര കേരളത്തിൻ്റെ ചുമതലയുള്ള വിനോദ് നേരിട്ട് തൃശ്ശൂരിലെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുടെ അടക്കം കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കും പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് അവരെ സംബന്ധിച്ചുകൊണ്ട് ജയിക്കാൻ ഏറ്റവും സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന നാട്ടിക മണ്ഡലത്തിലെ ചുമതലക്കാരനെയാണ് പരിചയപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത്. നാട്ടികയിൽ പ്രാന്തീയ കാര്യകാരി ആയിട്ടുള്ള MC വത്സനാണ് ചുമതല ഏറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രാന്തീയ കാര്യകാരി എന്ന് പറയുമ്പോൾ CPM-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സംസ്ഥാന ഘടകത്തിലെ മുതിർന്ന നേതാവ്, സംസ്ഥാന സമിതി അംഗത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ളതാണ് പ്രാന്തീയ കാര്യകാരി എന്നുള്ള നിലയിൽ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ നമുക്ക് പറയാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും പുതുക്കാടും ഇരിങ്ങാലക്കുടയിലും ഇങ്ങനെ നാട്ടിലേക്ക് പുറമെ മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി അവർ കാണുന്നത് ഈ മറ്റ് 3 മണ്ഡലങ്ങളാണ്. ഇവിടെയും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെയാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KP ഹരിദാസിനാണ് പുതുക്കാട് മണ്ഡലത്തിലെ ചുമതല നൽകിയിരിക്കുന്നത്. തൃശ്ശൂരിൽ ചുമതല നൽകിയിരിക്കുന്നത് വിഭാഗ് കാര്യവാഹക് CN ബാബുവിനാണ്. സഹകാര്യവാഹക് M കലേഷിനാണ് ഇരിങ്ങാലക്കുടയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കാൻ ചുമതല നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ RSS പൊതുമധ്യത്തിൽ ഇറങ്ങി വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്നല്ല അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷേ RSSലെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നു. നേരത്തെ സുരേഷ് ഗോപി ഇത്തരത്തിൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം അതിൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് വിനോദ് എന്ന് പറയുന്ന BJPയുടെ തന്നെ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. സംസ്ഥാന തലത്തിൽ വിനോദ് എന്ന് പറയുന്ന പ്രാന്തപ്രചാരകന്റെ നേതൃത്വത്തിലായിരുന്നു തൃശ്ശൂരിലെ ലോക്സഭാ പ്രചാരണങ്ങൾ നടന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ ചുമതല നൽകിക്കൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് BJPക്ക് മുകളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ RSS നിയോഗിച്ചിരിക്കുന്ന ആളുകളുടെ പ്രാധാന്യം വളരെ വലുതാണ് BJPയെ സംബന്ധിച്ചുകൊണ്ട്. ഹർഷൻ, BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നീക്കം തന്നെയാണ്. ഇപ്പോൾ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെയാണ് അവിടുത്തെ A+ മണ്ഡലങ്ങളുടെ ചുമതല കൊടുത്തിരിക്കുന്നത് എന്ന വിവരമാണ് ലെവിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.